എല്ലാ വർഷവും ഒക്ടോബർ 29 നാം ലോക സോറിയാസിസ് ദിനമായാണ് ആചരിക്കുന്നത്. ഓരോ വർഷവും ഇത് ചെയ്യുന്നത് സമൂഹത്തിൽ സോറിയാസിസിനെ കുറിച്ച് ഒരു അവയർനെസ്, ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ്. ഈ വർഷം 2025 സോറിയാസിസ് ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ സോറിയാസിസിൻ്റെ ഡൊമിനോ ഇഫക്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡൊമിനോ ഇഫക്റ്റ് കേൾക്കുമ്പോഴൊരു പുതിയ വാക്കാണെങ്കിലും നമുക്കറിയാം, ഡൊമിനോസ് ഇങ്ങനെ അടുക്കി വെച്ചത് ഫ്രണ്ടിലുള്ള ഒന്ന് നമ്മൾ തട്ടുമ്പോഴത്തേക്കും പുറകിലുള്ളതെല്ലാം മറിഞ്ഞു വീഴും. അപ്പോൾ അതുപോലെ ഒരു ഭാഗത്ത് നിന്ന് ഇത് തുടങ്ങുമ്പോൾ, സോറിയാസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളെയും ബാധിക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് സോറിയാസിസ് എന്ന് പറയുന്നത് തൊലിയെ മാത്രം ബാധിക്കുന്ന ചുമന്ന തടിപ്പുകളായി വരുന്നതും അതിൽ നിന്ന് ഇളകി സ്കിന്നിന് പുറത്തേക്ക് വരുന്നതും ഒക്കെയാണ് സോറിയാസിസ്. സ്കിന്നിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമാണ്. പിന്നെ നമുക്ക് നെയിലിനെ ബാധിക്കാം, ശിരോചർമ്മത്തെ ബാധിക്കാം, അത്രയൊക്കെ മനസ്സിലായി. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇത് സന്ധികളെയും ബാധിക്കാം എന്നുള്ളത്. അതാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. ഇവിടെ നമ്മൾ കയ്യിലൊക്കെയുള്ള ചെറിയ ജോയിൻറ്റുകളെ മുതൽ നട്ടെല്ലിലുള്ള ജോയിൻറ്റുകളെ വരെ സോറിയാസിസ് ബാധിക്കാം. അപ്പോൾ ഒരു സോറിയാസിസ് രോഗി തനിക്ക് സോറിയാസിസ് ആണ് അസുഖം എന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരാവശ്യകത അവർക്കൊരു ജോയിൻറ്റ് പെയിൻ വരുമ്പോൾ അത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണോ എന്ന് സംശയിക്കാനും അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാനും അതിൻ്റെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും കൂടി വേണ്ടിയാണ്. കാരണം ഇത് പിന്നീട് കുറച്ച് കൂടുതലാവുമ്പോഴത്തേക്കും അത് പെർമനൻ്റായി നമ്മളെ സന്ധികളെ ബാധിക്കുകയും ചില സന്ധികളൊക്കെ മടങ്ങിയും ഒടിഞ്ഞും ഒക്കെ ഇരിക്കും. അത് പിന്നെ നോർമൽ രീതിയിലേക്ക്, പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോഴൊക്കെ അത് സാധിക്കാറുമില്ല. പക്ഷേ ഇതിനൊക്കെ ശേഷം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സോറിയാസിസ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെയും ബാധിക്കാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നമുക്കറിയാം, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഒബേസിറ്റി, പ്രമേഹം, രക്തസമ്മർദ്ദം കൂടിയിരിക്കുക, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കുക, ഹൃദ്രോഗം വരിക. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ രീതിയിൽ സോറിയാസിസ് കാണുമ്പോഴും ബാക്കി അസുഖങ്ങളിലേക്ക് ഇത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ രോഗിക്ക് അതുകൂടി ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കണ്ടുപിടിക്കുകയും അത് നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് ഈ വർഷത്തെ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതൊക്കെ മോഡിഫൈ ചെയ്യാൻ? ഒന്ന്, നമുക്ക് ബ്ലഡ് ഷുഗർ ഇനീഷ്യലി കണ്ടുപിടിക്കാൻ രക്തത്തിൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്ലഡ് പ്രഷർ മെഷർമെൻ്റ് എടുത്ത് നോക്കാം. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുണ്ടോ എന്നറിയാൻ വേണ്ടി ഫാസ്റ്റിംഗ് ലൈപ്പിഡ് പ്രൊഫൈൽ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് കണ്ടെത്താം. ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യമായ ചികിത്സ കൂടി എടുക്കണം. അപ്പോൾ തന്നെ നമുക്കിത് ഹൃദ്രോഗത്തിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, അത് വരുത്താതിരിക്കാൻ സാധിക്കും. ഇനി ഒരു ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമുള്ള രോഗിയാണെങ്കിൽ അതും നമ്മൾ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കുകയും ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യണം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒബേസിറ്റി, അതായത് അമിതവണ്ണം, അതും ഇതിൻ്റെ കൂടെ കോഎക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനും അതുള്ള രോഗിയാണെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാനുമുള്ള മെഷേഴ്സും ഇതിൻ്റെ കൂടെ തന്നെ എടുക്കേണ്ടതാണ്. അതെന്തൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് അതിനനുസരിച്ച് ക്രമീകരിക്കുക, മധുരം കുറയ്ക്കുക, എണ്ണകളും വറുത്ത ഫുഡുകളും ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതുവരെ പറഞ്ഞത് ശരീരത്തിൻ്റെ ബാക്കി അസുഖങ്ങളാണ്, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോള്, ഹാർട്ട് ഡിസീസ്. ഇതേപോലെ പല സോറിയാസിസ് രോഗികളും അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് മാനസികമായ വെല്ലുവിളികൾ. അത് കൂടുതലും നമ്മൾ കാണുന്നത് ഡിപ്രഷൻ്റെ രൂപത്തിലും കുറച്ചൊക്കെ ആങ്സൈറ്റിയുടെ രൂപത്തിലുമാണ്. വളരെ അപൂർവമായെങ്കിലും ചിലരെങ്കിലും ഈ ഡിപ്രഷൻ കൂടുന്നത് കാരണം ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ സോറിയാസിസ് രോഗികൾ പോവാറുണ്ട്. അപ്പോൾ അതിന് ഒരു ഡോക്ടർക്കോ രോഗിക്കോ അല്ലെങ്കിൽ രോഗിയുടെ കുടുംബത്തിനോ മാത്രമല്ല, നമുക്ക് സമൂഹത്തിലുള്ള എല്ലാവർക്കും രോഗി അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സോറിയാസിസ് രോഗിയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താതിരിക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോഴറിയാം സോറിയാസിസ് ഒരു പകരുന്ന രോഗമല്ല. എത്ര അടുത്തിടപഴകുന്നത് കൊണ്ടും സോറിയാസിസ് മറ്റൊരാളിലേക്ക് പകരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും മാറ്റി നിർത്തേണ്ട കാര്യമോ അല്ലെങ്കിൽ തുറച്ചു നോക്കേണ്ട കാര്യമോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സോറിയാസിസ് രോഗിയെ നമ്മുടെ കൂടെ ചേർക്കുക. അതാണ് മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നത്.